വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബെറ്റർ ഹാഫിറ്റ്സ് മീ ചിംഷി ഹുസി. ഇപ്പം ഞാനിങ്ങനെ ഓരോ ദിവസം ഞാനിങ്ങനെ സ്ഥലം ഇങ്ങനെ മാറി വെക്കാണ് കേട്ടോ. എവിടുന്ന ക്ലിയറിറ്റി ആണ് സംഭവം എടുക്കുമ്പോൾ നല്ല ക്ലിയർ ഉണ്ട്, നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തോ ക്ലാരിറ്റി കുറവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്നൊക്കെ അറിയില്ല കേട്ടോ. എടുക്കുമ്പോൾ എന്തായാലും നല്ല അടിപൊളി ക്ലിയർ ആണ്. ഇപ്പോൾ ഞാൻ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ഉണ്ട്. എനിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണാൻ, ചാനൽ ആദ്യമായിട്ട് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നെ താഴെ കമൻറ്റ് ചെയ്യുകൊണ്ട് എടുക്കാൻ താല്പര്യമുണ്ട്. സ്ക്രീനിൽ നമ്പർ ഉണ്ട്, സ്ക്രീൻഷോട്ട് വിടുക. അവൈലബിൾ ആണെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കുക. നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, പ്രൈസ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് പ്രൈസ് ആണ്. അതിൽ നിങ്ങൾ വന്നിട്ട് എക്സ്ട്രാ ഇനി കുറക്കിട്ടോ എന്ന് പറയരുത് കേട്ടോ. കുറയ്ക്കാന്ന് പറയല്ല, നമ്മൾ മാക്സിമം കുറച്ചിടുന്ന ഒരു ഐറ്റം നമ്മൾ ഷോപ്പിലൊക്കെ പോയാണ്ടാവുമല്ലോ, എന്താ പറയുക, ഒരു റേറ്റ് പറയും. നമ്മൾ വലിയ ഷോപ്പിൽ പോയിട്ട് ഒരിക്കലും വില വീഴ്ചയില്ല. നമ്മളൊരു ചെറിയ സാധാ ഷോപ്പിൽ പോയിട്ട് നമ്മൾ വില വീഴ്ചയുള്ളൂ. അത് നടക്കുള്ളൂ, വേറെ കാര്യം. നിങ്ങൾ വില കുറച്ച് തരും, നിങ്ങൾ ഈ വിലക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ല ഇനി എടുക്കും, എൻ്റെ കുടുംബക്കാരൊക്കെ എടുക്കും. ആ ഒരു രീതി ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. എന്തിന് നമ്മുടെ അമ്മമാരൊക്കെ എത്ര പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അമ്മക്ക് പറഞ്ഞ ഷോപ്പിൽ പോകുമ്പോൾ ഇങ്ങനെ പറയും. അപ്പൊ അന്ന് ചെറുതല്ലേ, അന്ന് അതിൽ അന്തല്ല. അപ്പൊ അമ്മ പറയില്ല കേട്ടോ. ഇപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരുമാതിരി കുറവ് പോകുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ പോയി പറഞ്ഞേന്ന്. പക്ഷെ അതേപോലത്തെ മെസ്സേജസ് നമുക്ക് ഇപ്പോൾ ഒരുപാട് വരും കേട്ടോ. അപ്പൊ സംഭവം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, പഴയത് നമ്മളിങ്ങനെ നമ്മളല്ല എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ സംഭവം തന്നെ. നിങ്ങൾ റേറ്റ് കുറച്ച് തരും, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ഷിപ്പിന് തരും. 5 പീസില്ലേ, 3 പീസില്ലേ, ഇനി എടുക്കും. ഈ റേറ്റിന് തരികയാണെങ്കിൽ റേറ്റ് തരികയെന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കും. അതായത് ഇപ്പം 3 പീസിന് ഇപ്പോൾ എക്സാമ്പിൾ 3 പീസ് 1000 ആണെങ്കിൽ ഒറ്റയടിക്ക് 800 അങ്ങോട്ട് ആക്കും, 200 കൊണ്ട് കുറക്കും. ഞങ്ങൾക്ക് ഇത് എന്താ പിടിച്ചോന്ന് ഇവർ വിചാരം. കാരണം നമ്മളിതൊരു 30 റുപ്യ ലാഭം ടൈറ്റ് ആവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 30 പറയുമ്പോൾ 3 പീസ് 90 റുപ്യ, പിന്നെ റൗണ്ട് 200 റുപ്യ കിട്ടുകയെന്ന് കരുതിയും അതിൽ 200 റുപ്യത്ത് കുറച്ചിട്ട് ഞാനിത് എങ്ങനെ സെയിൽ ചെയ്യും? ഇപ്പം നമ്മൾ ചിരിച്ചും കൊണ്ട് ആ കസ്റ്റമേഴ്സിനെ ഒഴിവാക്കും. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ചെറിയൊരു കഥ പറഞ്ഞു കേട്ടോ, ഇനി ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പെരുന്നാളിൻ്റെ ടൈമിൽ നമ്മൾ അത്യാവശ്യം ഐറ്റംസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം മാക്സിമം പോണത്രയും പോട്ടെ എഴുതിയിട്ട് എല്ലാം ഒന്നും പോകില്ല, നിൽക്കും അറിയാം. കാരണം നമുക്ക് എല്ലാം ഒന്നും ഓർഡർ എടുക്കാനും പറ്റൂല, എല്ലാത്തിനൊന്നും ആളും വരൂല. പക്ഷെ എങ്കിലും പോണത്രയും പോട്ടെ എഴുതിയിട്ട് നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടു. അതിൽ തന്നെ ഇന്ന് വീഡിയോ ഇട്ടിട്ട് നാളെ നമ്മൾ പുതിയ കളക്ഷൻ കാണിച്ചാൽ ഞാൻ നാളത്തെ വീഡിയോയിൽ, അതായത് ഇന്ന് ഏതാണോ വീഡിയോ ഇടുന്നത് അതിൽ നമ്മൾ നിൽക്കത്തുള്ളൂ. ഇന്നലെ ഇട്ടിയിൽ നമ്മൾ മെയിൻ എടുക്കൂല. കാരണം അത് വീണ്ടും ഫോട്ടോ എടുത്ത് വിട്ടേര് വെച്ചുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കും. കാരണം നമുക്ക് ടൈമില്ല, പെരുന്നാളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പീസസ് ഇങ്ങനെ ഓരോന്നിലും ഇങ്ങനെ ബാലൻസ് വന്നിരുന്നു. സോ നമ്മൾ ഇനി കുറച്ച് ബാലൻസ് പീസസ് കാണിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്യുള്ളൂ. ഇതിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ വിറ്റൂന്ന് കരുതിയ സാധനം എൻ്റെ കയ്യിലുണ്ട്. കാരണം അത് കസ്റ്റമർ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുണ്ടോന്ന്. ഒറ്റയ്ക്ക് ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഇനി സ്റ്റോക്കുള്ള 2-3 പീസ് ഇവിടെ തിരഞ്ഞിട്ട് കാണാനില്ല. ഇനി ഏതെങ്കിലും ഇടയിലുണ്ടാവും, കാരണം ഉള്ളത് നമുക്ക് അറിയണ്ടാവുമല്ലോ ഏതൊക്കെയാണെന്ന്. പക്ഷേ ഇനി ലാഗാക്കുന്നില്ല, ഞാൻ കളക്ഷൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് 499 നമ്മുടെ എന്താ പറയുക, ഡോബിൽ വരുന്ന അബായ ഗൗൺ ആണ് കേട്ടോ. ഫ്രണ്ടിലെ ബട്ടൺസ് റിമൂവ് ചെയ്യാൻ പറ്റണ. ഇത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റൂല. ഫ്രണ്ടിലുള്ള 2 ബട്ടൺ നമ്മുടെ ഫീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡോവാണ് ഫാബ്രിക്, ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ചൈനീസ് കോളർ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ സ്ലേവ് വന്നിട്ട് നല്ല സ്മോക്കി സ്ലേവ് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ. അത് കളറും പ്രിൻ്റൊന്നും പോകുന്നില്ല. പിന്നെ ഇതിന് ഡൗറീസ് നമുക്ക് കെട്ടാനുള്ള ഒരു സംഭവം അവൈലബിൾ ആണ്. അപ്പോൾ ഒരു എലൈൻ പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫുൾ വ്യൂ കാണിക്കാം. 499 ആണ്. പിന്നെ നമ്മുടെ 399ൻ്റെയും 499 ഒക്കെ ഗൗണ്, അതുപോലെ തന്നെ കോഡ് സെറ്റ് ഒക്കെ റീസ്റ്റോക്ക് കൊണ്ടുവരുമോ ചോദിച്ചിരുന്നു. ഇൻഷാല്ലാ കുറച്ച് ദിവസം പിടിക്കും കേട്ടോ. കാരണം പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് കളക്ഷൻസ് കഴിക്കാനുണ്ട്. അപ്പോൾ അത് കഴിയാതെ എനിക്കിനൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിന് കയറ്റി കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഇൻഷാല്ലാ വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് ബട്ടണായിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ വരുന്ന. ലെങ്ത് ഉണ്ടല്ലോ ഒരു 56 ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എടുത്തോളൂ. 499 ആണ്. നമ്മൾ ഡിസ്പാച്ച് വരെ മിക്കവാറും മറ്റൊന്നായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എടുത്തോളൂ. നമ്മളിപ്പോൾ ഡിസ്പാച്ച് ചെയ്യുന്നത് പോസ്റ്റൽ സർവീസ് ആണ് കേട്ടോ. എക്സ്ട്രാ ഷിപ്പൊന്നും വേണ്ട. നെക്സ്റ്റ് ഇത് അതിൻ്റെ തന്നെ ഒരു വൈറ്റ് ഉണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കണ്ടല്ലോ. ലൈനിങ് ഉണ്ടാവും കേട്ടോ. ഡോവാണ് ഫാബ്രിക്. ഡോവ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. നമ്മുടെ ഡെൽറ്റ ക്രഷ് പോലത്തെ ഫാബ്രിക് തന്നെയാണ്. എന്തായാലും 499 അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ മുൻപ് സെല്ല് ചെയ്തിരുന്നു. ഇതിലും ഇനിയൊരു പീസ് ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഇത് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഒരുപാട് മാഷാഅല്ലാ ഒരുപാട് ഞാൻ സെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൈസ് എനിക്ക് ഒന്ന് 590 ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഇപ്പോൾ റേറ്റ് വന്നിട്ട് 520. കാരണം ഞാൻ 550-നാണോ 590-നാണോ സെയിൽ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ 520 ആക്കിയിട്ടുണ്ട്.
520 രൂപ. ഷിപ്പിംഗ് ഫ്രീ ആണ്. ഇമ്പോർട്ട് ഫാബ്രിക്കാണ് കേട്ടോ. ഡെൽറ്റ ക്രഷും ടോപ്പൊന്നുമല്ല, നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടാവും കേട്ടോ. ഇതാണ് അതിൻ്റെ ബോട്ടം. നല്ല ക്വാളിറ്റി ഉണ്ട്. ബോട്ടം ലെങ്ത് വന്നിട്ട് ഒരു 38 ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കോഡ് സെറ്റ് ആവശ്യമുള്ളവരെടുത്തോളൂ. 520 രൂപയുള്ളൂ. അല്ലെങ്കിൽ വേണ്ട, ലാസ്റ്റ് പീസല്ലേ, നമുക്ക് റൗണ്ട് ചെയ്ത് 500 രൂപ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഷർട്ടാണ്, അതായത് ഫുൾ ബട്ടൺസ് റിമൂവ് ചെയ്യുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പോക്കറ്റ്സ് ഉണ്ട് 2 അപ്പോൾ ലെങ്ത് കണ്ടില്ല എത്ര വരുന്നതെന്ന്. അപ്പോൾ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് എടുത്തോളൂ കേട്ടോ. 500 രൂപ വരുന്നുള്ളൂ. ഷിപ്പിംഗ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഷിപ്പൊന്നും വേണ്ട കേട്ടോ. അപ്പം ഇങ്ങനെ ആയിരിക്കും വരിക. നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല ഹെവി ക്ലോത്താണ് ഇത്. മാഷാഅല്ലാഹ് എടുത്തവർക്കൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഒരു കസ്റ്റമറിന് മാത്രം പറ്റിയില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് കളർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ കുട്ടി റിട്ടേൺ വിടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു റിട്ടേൺ ഇല്ല നമുക്ക്. പക്ഷേ ആ ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം മോൾക്ക് കളർ ചേരുന്നില്ല പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, നെഗറ്റീവ് പറഞ്ഞ് റിട്ടേൺ ആക്കല്ലേടാ പറഞ്ഞു. കാരണം നല്ല മെറ്റീരിയലാണ്. കളറിൻ്റെ കാര്യത്തിൽ ഓക്കെ റിട്ടേൺ എടുക്കുക, ഞാൻ ആവർത്തിക്കരുത് കാരണം ചേരുന്ന കളേഴ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കളറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ റിട്ടേൺ അയക്കരുത് കേട്ടോ. നിങ്ങൾക്ക് കളർ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇതിലൊക്കെ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ അറിയാലോ, അത്യാവശ്യം റേറ്റ് വരുന്ന ഐറ്റാണ്. ഡോഗും ഡെൽറ്റ ക്രഷൊന്നും അല്ല, ഹെവി ഇമ്പോർട്ടൻ്റ് ഐറ്റാണ് കേട്ടോ. അത്യാവശ്യം വരുമ്പോൾ അത്യാവശ്യം റേറ്റ് വരും. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും കേട്ടോ, അത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാട് പീസസും ഒരുപാട് കളേഴ്സും ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക സിബ് ഉണ്ടാവും കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡൗറീസ് ഉണ്ടാവും. 56 ലെങ്ത് കിട്ടും. നല്ലൊരു ഗൗണാണ്. അപ്പോൾ പ്രൈസ് വരുന്നത് 850 രൂപ. ഇതും എത്രയാണ് സെയിൽ ചെയ്തതെന്ന് എനിക്ക് വലിയൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും 850 രൂപ കേട്ടോ. ഇതിലേറെ റേറ്റ് ഉണ്ടായിരുന്നു. ഇനി 950 ആണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 850 രൂപ. ഇതും 850 തന്നെയാണ് കേട്ടോ. ഇതും ഹെവിയാണ്, നല്ലൊരു ടോപ്പാണ്. ഇതൊക്കെ റേറ്റ് ഉണ്ട്. കമ്പയർ ചെയ്യരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലതുണ്ട് ഇത് ഞങ്ങളവിടുത്തെ ഷോപ്പിൽ 400 കിട്ടും, ഞങ്ങളവിടുത്തെ ഷോപ്പിൽ 500 കിട്ടും. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് വീഡിയോ ഇട്ട് തരിക. അല്ലാതെ ഒരു ഐറ്റം കണ്ടിട്ട് ഒരിക്കലും വിലയിരുത്തരുത് കേട്ടോ. കാരണം എനിക്ക് നല്ല എന്താ പറയുക, നല്ല ഉറപ്പുണ്ട് ഞാൻ എങ്ങനെ ടൈറ്റാണ് കൊടുക്കുന്നതെന്ന്. നമ്മളൊരു 50 രൂപ ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില ഐറ്റം നമ്മൾ 100 രൂപ കൂട്ടും. കാരണം അത്രയും കൂട്ടണമല്ലോ. അപ്പം അത്രയൊക്കെ കൂട്ടി തരുന്ന ഐറ്റം നിങ്ങൾ ഈ 300 കുറച്ച് 400 കുറച്ച് പറയുമ്പോൾ ഒരു ഷോപ്പിലും കിട്ടൂല. അത് ഫ്രഷ് പീസ് ഒന്നും ആരും എന്താ പറയുക ഓഫർ സെയിൽ കൊണ്ട് റേറ്റ് കുറച്ച് കൊടുക്കൂല. നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനാകുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കും. പക്ഷേ പുതിയ മോഡൽ ആരും റേറ്റ് കുറച്ച് കൊടുക്കൂല കേട്ടോ. അപ്പം ഇതിങ്ങനെ എന്തെങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കെട്ടാട്ടോ ഒരു സംഭവം തരുമായിരുന്നു. അപ്പം എന്തായാലും 850 രൂപ കേട്ടോ. നല്ലൊരു ടോപ്പാണ്, ലോക്കൽ ടോപ്പല്ല. എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഇത്രേ ഉള്ളൂ കേട്ടോ. എബോ നീ ലെങ്ത് ആണ് വരുന്നത്. സൈസ് വരുന്നത് XL ആയിരിക്കും. ബ്രാൻഡഡ് ടോപ്പാണ്, ലോക്കൽ ടോപ്പല്ല. പിന്നെ ഇതിൽ നമ്മളത്തെ അത്യാവശ്യം കളക്ഷൻസ് നമ്മൾ സെല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗൗണിൽ ഇതിൽ ഈ വേറെയും കളേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൽ 2 കളറിലും അവിടെ സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ അത് ഏതാ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല. അതായത് ആവശ്യമുള്ളവരെടുത്തോളൂ. ഇതും ഹെവി ഇമ്പോർട്ടഡ് ആണ്, ലോക്കലല്ല. ഒരു 3/4 സ്ലീവ് ഉണ്ടാവുള്ളൂ. ലാർജ് ആണ് സൈസ്. സോ ലാർജ് വേണ്ടവരെടുത്തോളൂ കേട്ടോ. എനിക്കൊക്കെ കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ലെയർ ഉണ്ടാവും. ബാക്കിൽ ഉണ്ടല്ലോ ലൈൻ ആയിട്ടാണ്. ഫ്രണ്ടിൽ 2 ബട്ടൺസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ലെങ്ത് ശ്രദ്ധിച്ചെടുത്താൽ മതി. ലെങ്ത് വരെ 50 ആണ് കേട്ടോ. എനിക്ക് ലെങ്ത് ഉണ്ട്. സോ 50 ആണ്. ഇനി 54 ഉണ്ട് 55 ഉണ്ട് എന്ന് കരുതി ആരും എടുക്കണ്ട. ഇതിൻ്റെ നല്ല അടിപൊളി ക്ലോത്താണ്. ഒരു 1300 400 സംതിങ് അത്രയൊക്കെ റേറ്റ് വരുന്ന ഐറ്റാണ് കേട്ടോ. അല്ലാതെ ലോക്കൽ നമ്മുടെ 499 599 699 ഇതിൻ്റെ ഒന്നും ഗൗണല്ല. റേറ്റുള്ള ഗൗണാണ്. എന്തായാലും 850 നമ്മൾ പ്രൈസ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് 950 സെല് ചെയ്ത ഐറ്റാണ്. ഇതെന്തായാലും 900 രൂപ കേട്ടോ. അബായ ടൈപ്പാണ്. ഇതും എടുത്തവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല. മെറ്റീരിയൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് ഹെവി ക്വാളിറ്റിയാണ്. അത്യാവശ്യം റേറ്റ് വരുന്ന ഫാബ്രിക്കാണ് എല്ലാം. നിങ്ങൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയൽ പോരാന്ന് പറഞ്ഞ് ഞാൻ റിട്ടേൺ എടുക്കും. പക്ഷെ മെറ്റീരിയലിനെ പറ്റി നിങ്ങൾക്ക് അറിയണം കേട്ടോ. അല്ലാതെ ചിലവരുണ്ട് ഏത് കൊടുത്താലും നെഗറ്റീവ് പറയുന്നതും നമ്മൾ കണക്കി കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ കണ്ടല്ലോ, ഇത്ര ഭാഗം ഓപ്പൺ ആയിരിക്കും. പിന്നെ ഫുള്ളി റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു സ്ട്രൈക്ക് ടൈപ്പ് പോലെ തന്നെ ആയിരിക്കും. നല്ല ക്വാളിറ്റി ഉണ്ട്. വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മളെടുത്ത് 2 പീസ് ഉണ്ട്. XXL 3XL ഉണ്ട്. സോ വേണ്ടവർ എടുത്തോളൂ കേട്ടോ. ഒരു സിൽക്കി പോലെയാണ്. തൊട്ടി കിടക്കൂല. പക്ഷെ ഇതിങ്ങനെ കൊയിന് കിടക്കും. ഒരു ഗ്ലിറ്റ് കിട്ടും കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ്സാണ്. നല്ലൊരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ അടിപൊളി റേറ്റ് വരും. അടിപൊളി എന്ന് പറയുമ്പോൾ അടിപൊളി റേറ്റ് വരും.
കാരണം ഒരു 1900 വരെ പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ഷോപ്പാണെങ്കിൽ അപ്പോൾ അതിലേറെ കൂടാം. അല്ല നമ്മൾ നോർമൽ ഷോപ്പാണെങ്കിൽ ഷോപ്പ് റേറ്റ് കൂട്ടിയും കുറച്ചൊക്കെ ഇടും, അത് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നോർമൽ ആണെങ്കിൽ ഒരു 1400 1600 അത്ര വരും കേട്ടോ. കാരണം റേറ്റ് ലൈറ്റാണ്. നമ്മൾ എന്തായാലും ഇട്ടിട്ടുള്ളത് ഞാൻ പ്രൈസ് പറഞ്ഞല്ലോ, എത്ര പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, അതിൽ ആദ്യം പറഞ്ഞ റേറ്റ്, കാരണം റേറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആ റേറ്റിന് ആവശ്യമുള്ളവർ എടുത്തോളൂ കേട്ടോ. ഇത് വന്നിട്ട് സൈസ് 3XL ആണ്. സോ 3XL വേണ്ട കൂട്ടുകാരെടുത്തോളൂ. പർപ്പിളാണ് ഷെയ്ഡ് വരുന്നത്, കാണുന്നുണ്ടല്ലോ അല്ലേ. 57 അത്ര 56 ലെങ്ത് കിട്ടും കേട്ടോ. സ്മോക്കി സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതും നമ്മുടെ 499 വെച്ച് കമ്പയർ ചെയ്യരുത്, കാരണം 499 ഡോവാണ്, ഇത് ഹെവി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ടൊരു കാര്യം പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഗേവേൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുമെന്ന്. അപ്പോൾ പിന്നെ നമുക്കുണ്ടല്ലോ ഒരുപാട്, ഇപ്പോൾ മാഷാഅല്ലാഹ് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ വീഡിയോ കമൻറ്റ് വരുന്നുണ്ട്, ഞാൻ വായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ചിലത് നമ്മളിങ്ങനെ റിപ്ലൈ തരാനില്ല, ഒരു ഡിലേ ആ ഒരു സംഭവമാണ്. ഷെയർ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാറുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഒരുപാട് വളരെ വളരെ ബിഗ് താങ്ക്സ്. പക്ഷെ വളരെ സന്തോഷം. അപ്പോൾ തന്നെ ഗീവേയിലും തന്നെ ഗീവേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സ്റ്റാറ്റസ് ഇടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. നമുക്ക് അറിയാലോ, എനിക്ക് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റൂല. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിടുന്ന വീഡിയോസ് ചിലപ്പോൾ കയറും ചിലപ്പോൾ കയറൂല. കയറും മീൻസ് 2000 3000 ആ ഒരു വ്യൂ തന്നെയാണ്. പക്ഷെ അത് കരുതിയിട്ട് നമുക്ക് വലിയ സെയിലൊന്നുമില്ല. വളരെ എന്തോ കണ്ണെട്ടിയ പോലെ എന്നൊക്കെ പറയണ മാതിരി സെയിലൊന്നും ശരിക്കും നടക്കുന്നില്ല. അതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഇൻഷാല്ല നടക്കുന്നില്ല പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റൂല. പക്ഷെ എങ്കിലും ഗീവ് 20K ഗീവ് ഞാൻ പറഞ്ഞത് തന്നെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ റിസൾട്ടിൽ ഗീവ് അവേ വിന്നേഴ്സിനെ എങ്ങനെയാണ് അനൗൺസ് ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മളെല്ലാവരും പരിഗണിക്കണമല്ലോ, എല്ലാവരും പരിഗണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൽ ഞാൻ മൊത്തം ഒരു 7 പേരെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്ത ആൾക്കാർ കേട്ടോ. ഒറ്റ ട്രിപ്പിനല്ല, ഇടക്കും തലക്കൊക്കെ നമ്മളിന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സിനെ അറിയാമല്ലോ. അപ്പോൾ ചിലവരെന്നെ പറയാറുണ്ട് ഞാൻ 3 ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ 3 വട്ടം എടുത്തതായിരിക്കും. അപ്പം അങ്ങനെ എടുത്തിയിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ട് 2 പേരെ സെലക്ട് ചെയ്ത്, ആ 2 പേരിൽ 2 പേരെ പേരിനവിടെ എഴുതി കാണിക്കാം കേട്ടോ. കാരണം എനിക്ക് ഒരാളെ പേര് എനിക്കിപ്പോൾ മൈൻഡിൽ കിട്ടുന്നുള്ളൂ, രണ്ടാമത്തെ ആളുടെ പേര് എനിക്ക് നോക്കേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് ഒരാളെ പേര് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ ആളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഈ 2 ആൾക്കാരാണ്, അവരുടെ പേരും അവരുടെ അഡ്രസ്സും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരെനിക്ക് ഓർഡർ തരുമല്ലോ, അതിൻ്റെ പേരും അഡ്രസ്സും ആണ് കേട്ടോ. ഫുൾ അഡ്രസ്സ് ഇല്ല, ജസ്റ്റ് ഒന്നുള്ളൂ. അപ്പോൾ ഇവരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 7 പേരെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്. അതിൽ ഞാനിങ്ങനെ എമൗണ്ട് നോക്കിയിട്ടും ഐറ്റം നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തതിൽ ഇവർ 2 പേരും. അതാണ് ഇവരെ സെലക്ട് ചെയ്ത്. ബാക്കി 5 പേര് ഇൻഷാല്ല എൻ്റെ ലിസ്റ്റിൽ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് നല്ല നല്ല സെയിലും കാര്യമൊക്കെ നടക്കട്ടെ, നമ്മുടെ ചാനലും കൂടുതൽ മെച്ചപ്പെടട്ടെ, അവരൊക്കെ ഞാൻ പരിഗണിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇനി എടുക്കുന്നവരെയും തീർച്ചയായും പരിഗണിക്കും. അപ്പോൾ ഇന്നത്തെ ഗീവിലെ വിന്നേഴ്സ് ഇവർ 2 പേരാണ്. എന്തെങ്കിലും കൺഗ്രാറ്റ്സ്. അപ്പോൾ അവരെ സെലക്ട് ചെയ്ത രീതി പറഞ്ഞല്ലോ. ഇനി നാളത്തെ വീഡിയോയിലും നമ്മൾ ഇൻഷാല്ല നമ്മൾ സെലക്ട് ചെയ്ത അടുത്ത 2 ആൾക്കാരെയും അനൗൺസ് ചെയ്യും കേട്ടോ. ആ രീതി എങ്ങനെയെന്നും പറയും. അപ്പം എന്തെങ്കിലും കഴിഞ്ഞിട്ടില്ല, ഇനി കഴിഞ്ഞു കരുതി അത് ആരും പോകല്ലേ. അപ്പോൾ ഈ ഒരു റോംബർ ഉണ്ട് കേട്ടോ. അപ്പോൾ റോംബർ നമ്മൾ 550ക്കാണ് പൊതുവെ സെല് ചെയ്യാറ്, അറിയാലോ. അത് ഇതാ നമ്മുടെ ഡോഗ് നമ്മൾ ലാസ്റ്റ് പീസായിട്ട് 499 ഫ്രീ ഷിപ്പ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതല്ല, ഇത് റേറ്റ് കൂടിയ റോംബറാണ്. ഇത് നമ്മൾ 999 റേറ്റാണ്. ഇപ്പോൾ പ്രൈസ് വരുന്നത് 900 രൂപയാണ് കേട്ടോ. സോ ആവശ്യമുള്ളവരെടുത്തോളൂ. ഇതിൽ 2 പീസ് ഉണ്ട്, പക്ഷെ 1 പീസ് ഇപ്പം എൻ്റെ കൈ കിട്ടുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ലോക്കലല്ല കേട്ടോ, ഞാൻ പറയുന്നുണ്ട്, ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ റേറ്റിൻ്റെ ഐറ്റം നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് തന്നെ അറിയാം ഓരോ ഐറ്റം എങ്ങനെ റേറ്റ് വരുന്നതെന്ന്. പക്ഷെ ഇത് കണ്ടിട്ട് ഇതൊരു സാധാ റോംബറല്ലേ കരുതിയിട്ട് ഇത് മറ്റു ചാനലിൽ 600 റുപ്യക്ക് ഉണ്ടോ അല്ലെങ്കിൽ അടുത്ത ഷോപ്പിൽ 550 റുപ്യക്ക് ഉണ്ടെന്നൊന്നും പറയണ്ട. ഇത് റേറ്റ് കൂടിയ ഐറ്റമാണ് കേട്ടോ. ഇതൊരു 1500 600 ഒക്കെ റേറ്റ് വരുന്ന റോംബറാണ് നമ്മൾ 900 തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഹെവി ഇമ്പോർട്ടഡ് ഫാബ്രിക് ആയിരിക്കും, ലോക്കൽ ആയിരിക്കില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ടാവുക. ഇതിലൊരു പാറ്റേൺ എൻ്റെ കയ്യിലുണ്ട്. കുറഞ്ഞത് അതായത് നമ്മൾ 550ക്ക് സെല് ചെയ്യൂലേ, ആ 2 റോംബറിൻ്റെ താത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കാൻ നിന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഈ റോംബറാണ്. കാരണം ഇത് ക്വാളിറ്റി വൈസ് ഇത് അടിപൊളി ക്വാളിറ്റിയാണ്. പക്ഷെ അത് കേടുന്നിട്ടില്ല കേട്ടോ. 550ൻ്റെ റോംബറിന് ഒരു കുഴപ്പമില്ല, താത്ത യൂസ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സും റിവ്യൂ ഇടാറുണ്ട്. ഞാൻ ഇതിപ്പോഴും ഇടുന്നുണ്ട്, നല്ല ഐറ്റാണ് കേട്ടോ പറഞ്ഞിട്ട്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത്. കാരണം ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇനി ലാഗ് ആക്കുന്നില്ല. 900 രൂപയുടെ ആവശ്യമുള്ള ആളുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, എനിക്ക് ക്രോപ്പ് ടോപ്പൊക്കെ ആയിട്ട് ബാക്കി ഡ്രസ്സിനും
ഐ മീൻ സ്കേർട്ടിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ വേറെ ഇന്നർ ആയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു ഐറ്റമാണ്. ഇതും എടുത്തവർ പറ്റുക എനിക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മാഷാഅല്ലാഹ് എനിക്ക് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഇത് എടുത്തവരുണ്ടെങ്കിലൊക്കെ പ്ലീസ് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം ബാക്കിയുള്ളവർക്ക് ഉപകാരമാവും. ഇതിൻ്റെ റിവ്യൂ എനിക്ക് കഴിഞ്ഞ ദിവസം പാടെ കിട്ടിയിട്ടുള്ളൂ. താത്ത ഇത് കണ്ടിട്ട് എൻ്റെ നെയ്ബർ വാങ്ങണം പറഞ്ഞിട്ട് അവർ മാഷാഅല്ലാഹ് എനിക്ക് ഓർഡർ തന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വരുന്നത്, ഇത് ഫുള്ള് ബനിയനല്ല, ഇതിൽ ഈ ചെക്ക് കാണുന്നില്ലേ, ഈ ഒരു ചെക്കിൻ്റെ ഭാഗം മാത്രമേ ബനിയനുള്ളൂ കേട്ടോ. സ്ലീവ് ഉണ്ടല്ലോ ഇങ്ങനെ വരുന്നത്, നല്ലൊരു ഹെവിയാണ് കേട്ടോ. നമ്മുടെ ഡെൽറ്റയിൽ വരുന്ന വേറൊരു ഫാബ്രിക്കാണ്, ഡെൽറ്റ അല്ല, നല്ല അതിലേറെ ഒന്നും പാടല്ല, നല്ല ക്വാളിറ്റി ഉണ്ടാകും, ലാസ്റ്റ് ചെയ്യും കേട്ടോ. ലൈനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലൈനിങ് ഇല്ല. ലൈനിങ് ഉണ്ടായിരുന്നോ? ഇല്ല, ലൈനിങ് ഉണ്ട്, സോറി. കണ്ടല്ലോ, ലൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. സൈസ് വരുന്നത് XXL ആണ് കേട്ടോ. ഒരു 50 ഒക്കെ ലെങ്ത് കിട്ടുള്ളൂ. സോ ആവശ്യമുള്ളവരെടുത്തോളൂ. പ്രൈസ് വന്നിട്ട് 850 രൂപ കേട്ടോ. നമ്മൾ ആദ്യം 890 സെല് ചെയ്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഇതിപ്പോൾ 850 രൂപയാണ്. ആവശ്യമുള്ള കസ്റ്റമേഴ്സ് ഒക്കെ എടുത്തോളൂ. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യൂ കേട്ടോ, കാരണം ഈ ഒരു ഐറ്റമൊക്കെ നല്ല റേറ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ, ലോക്കലല്ല. നെക്സ്റ്റ് ഇത് അതിൻ്റെ കളേഴ്സ് ഞാൻ പെട്ടെന്ന് കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് 3 കളേഴ്സാണ്. സൈസ് വരുന്നത് XXL ആണ്. ലെങ്ത് ഒക്കെ ഞാൻ ശ്രദ്ധിച്ച് നിങ്ങൾ എടുക്കാവൂ കേട്ടോ. 3ാമത്തെ ഷെയ്ഡ് ഇതാണ് കേട്ടോ. അതൊക്കെ നല്ലൊരു മോഡസ്റ്റ് വെയർ ആണ്. അപ്പോൾ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് തീർച്ചയായും പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാഹ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഇത്രത്തോളമാണ്. ഞാൻ ഇത്രയും അധികം മാറ്റി ഒരുങ്ങിയെന്നല്ല, പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നിന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ കരുതി മാത്രമല്ല, പുറത്ത് പോകാനുണ്ട് കേട്ടോ, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.